മാഡം, മുൻകാലങ്ങളിലെല്ലാം നാം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ കാണുമ്പോൾ അത് വലിയ കവിതയോ ഗാനങ്ങളോ ആയിരിക്കും. ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വരുന്നത് സാറിനെ കൊല്ലുമട എന്ന വീഡിയോകളാണ്. എന്തായിരിക്കും ഈ സമൂഹത്തിൻ്റെ മാറ്റം ഇങ്ങനെ ആയത്? ഞെട്ടിപ്പിക്കുന്ന മാറ്റമാണല്ലേ. ഇന്നലെ ഞാൻ ആ വീഡിയോ കാണുമായിരുന്നു. കൊലവിളിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും മാറ്റം എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ പറയും ഒരുപാട് കേരളം മാറി എന്ന് പറയുമ്പോൾ വികസനം എന്ന് പറഞ്ഞ് ഭയങ്കര ടാഗ് ലൈൻ കൊടുക്കും തെരഞ്ഞെടുപ്പുകളിൽ. ശരിക്കും നമ്മൾ വികസിച്ചോ? ശരിക്കും എവിടെ പോയി നമ്മുടെ മൂല്യബോധം? കുട്ടികളിൽ മൂല്യബോധം മാറി. അവരെന്തിനാണ് വിദ്യാഭ്യാസം നേടുന്നു വെച്ചാൽ അറിവ് കിട്ടാനും കുറേ എന്താ പറയുക നമ്മുടെ ഈ സമൂഹത്തിൽ എങ്ങനെ നിന്ന് പോകണം. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുണ്ട് പുരോഗമനത്തിനനുസരിച്ച് കാലം മാറി. നമ്മൾ പണ്ടത്തെ പോലെ മാതാപിതാ ഗുരു ദൈവം നമുക്കൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു മോഡേണിസത്തിൽ വ്യക്തിയായിട്ട് കണ്ടാൽ മതി അധ്യാപകർ. അതിനപ്പുറം വലിയൊരു താരപരിവേഷമാല ആ ഒരു രീതിയിലൊന്നും കൊടുക്കണം എന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊരു സംഭവമുണ്ട്. അധ്യാപകർ എന്നല്ല, ഏത് മുതിർന്നവരെ ആണെങ്കിലും നമുക്ക് അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമാണ് അടുത്തൊരാളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ. ഇത് സ്കൂളാണ്, പ്രധാന അധ്യാപകനോട് ആ കുട്ടി സംസാരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെ അവർക്ക് ഓക്കെ ഒരു ശുഭിത കൗമാരങ്ങളാണ് എപ്പോഴും. ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം പെട്ടെന്ന് ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. സത്യം തന്നെയാണ്. ഞാനും അത്തരം ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലവിളി അവിടെ നമുക്കൊക്കെ അറിയാം, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് ഭയമില്ലാതെ പറയാൻ ആ കുട്ടിക്ക് കഴിയുന്നുള്ള, അതാണ് നമ്മൾ ഭയക്കേണ്ടത്. ശരിക്കും ഇപ്പോൾ ഭയക്കണം എന്ന് തോന്നിക്കഴിയാനുള്ളൊരു കാര്യം, മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീത്തെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കേവലം ഒരു വീഡിയോ ആ കുട്ടി അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞായിരിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കൗമാര പ്രായത്തിലുള്ള പിള്ളേരുടെ അത് ആ ഒരു പ്രായത്തിൻ്റെ അതെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ സമാന വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതി. ഇതേപോലെ സ്കൂളിൽ കത്തി കൊണ്ടു നടന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സഹപാഠിയെ നോക്കി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരു കുട്ടിയായിരുന്നു പുതുവത്സ തലേന്ന് തൃശ്ശൂരിൽ ഒരു 30 വയസ്സുകാരനെ ഒറ്റക്കുത്തിന് തീർത്ത പയ്യൻ. അങ്ങനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചു, അറിഞ്ഞു. 14 വയസ്സുള്ള കുഞ്ഞ് 17 വയസ്സുകാരനെ ചുറ്റുകൊണ്ട് തലക്കടിച്ച്. ഇപ്പോൾ നമ്മൾ സമാന സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായിരിക്കാം ഈ ഒരു മാറ്റത്തിലുള്ള. പണ്ടും കുട്ടികൾ സ്കൂളും അധ്യാപകരും ഒക്കെ അന്ന് നമുക്കറിയാം ചാക്കോ മാഷ് ടൈപ്പ് ടീച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കലും കുട്ടികളെ ഇങ്ങനെ കെയിനെടുത്ത് വെച്ച് പഠിപ്പിക്കണം ആ ഒരു ഇതൊന്നുമല്ല. പക്ഷെ എന്നാലും കുട്ടികൾക്ക് അധ്യാപകർക്ക് തീരെ ശിക്ഷിക്കാൻ വയ്യ. കാരണം ഈ രീതിയിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളതിന് ഞാൻ ഇവിടുത്തെ സത്യം പറഞ്ഞ ഇവിടുത്തെ കുറേ പുരോഗമനവാദികളെ കുറ്റം പറയും. കാരണം അവർ നോക്കുമ്പോൾ മുന്നിൽ കാണുന്ന എന്താണ്, ഈ സൊസൈറ്റി എന്ത് മെസ്സേജ് അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ മീഡിയാസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് നെഹ്റു കോളേജാണെന്ന് തോന്നുന്നുണ്ട്, കാഞ്ഞങ്ങാട് അല്ലേ, അധ്യാപകനെ പുറത്തറിയ കയ്യും കാലും വെട്ടുന്നൊരു വിദ്യാർത്ഥി നേതാവ് ഉറക്ക വിളിച്ച് പറയുന്നു. അപ്പോൾ അതൊരു ഹീറോയിസം ആണെന്ന് വാഴ്ത്തപ്പെടുന്നു. കൊല്ലുന്നവന് വേണ്ടി സ്മാരകം. അപ്പോൾ ഇവിടെ എന്താണ്, അക്രമം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക്, അല്ലെങ്കിൽ അക്രമം പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറോയിക് വർഷിപ്പ് കിട്ടുന്നു എന്നുള്ളത് ഈ കൗമാരക്കാർക്ക് വളരെ ഒരു വലിയൊരു മാറ്റമാണ്. അതിനൊപ്പം തന്നെ അധ്യാപകരെ വലിയ രീതിയിൽ സ്വാധീനിക്കില്ല, അവരെ ഭയപ്പെടുത്തില്ല ഇത്തരം പ്രവർത്തികൾ? തീർച്ചയായും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അധ്യാപകർ നമ്മൾ ആ ഒരു ഫീൽഡിൽ നമുക്കറിയാം, നമുക്ക് അധ്യാപകരുടെ സൈഡിൽ നോക്കുമ്പോഴും കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അധ്യാപകരുടെ വാർത്തകൾ നമ്മൾ ദിവസവും വായിക്കാറുണ്ടല്ലേ. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറം കുട്ടികളെ ഒട്ടുമേ ശിക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് വെറുതെ ശിക്ഷിച്ചല്ല, ഓരോ സ്കൂളിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു പക്ഷേ മൊബൈൽ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം അധ്യാപകൻ വാങ്ങി അത് മാറ്റി വയ്ക്കുകയും പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തത് അല്ലേ, അല്ലാതെ വെറുതെ ഉള്ളൊരു സംഭവമൊന്നും അല്ല. അപ്പോൾ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ആ വെല്ലുവിളി നടത്തുമ്പോൾ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ അറിഞ്ഞപ്പോൾ കുറേ പേര് ന്യായീകരിക്കുന്നുണ്ട്, കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നു അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു മറുവശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കുട്ടി പിന്നീട് പുറത്ത് വന്ന് അവർ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതായിരുന്നു. ഈ അധ്യാപകനെ ഈ പറഞ്ഞതുപോലെ അവൻ പ്രവർത്തിക്കില്ലെന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികളാണല്ലേ, കുട്ടികൾക്ക് കുട്ടികളുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹം, എമ്പതി ആരോടുമില്ല. നമ്മൾ മഹാരാജാസിൽ കണ്ടതാണ് ഒരു അന്ധനായിട്ടുള്ള അധ്യാപകന് ചുറ്റും, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ എമ്പതി എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ കുട്ടികളിൽ നിന്ന് മാറിയൊരു തലമുറയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു വാർത്ത വരുന്നതെങ്കിൽ നഷ്ടം ആ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വിഷു വന്നു കഴിഞ്ഞാൽ സമൂഹം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മനുഷ്യാവകാശം അങ്ങ് പ്രസംഗിക്കുവാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കറിയാം അമേരിക്കൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഇതുപോലെയായിരുന്നു, ഒരു വോക്കിസത്തിന് വേണ്ടി കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശിക്ഷിച്ചു കൂടാന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തോക്കെടുത്ത് കളിക്കുന്ന ആ കുട്ടികൾ അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അക്രമം, അതായത് കുട്ടീനെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണാണ്. അപ്പോൾ വേണ്ടാന്നൊന്നും പറയുന്നില്ല. കേരളത്തിലേക്ക് വരുമോ കത്തിയുമായിട്ട്? കാരണം നമ്മളത് കാണുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അയ്യോ അങ്ങനെ ഒരു 14 വയസ്സുകാരൻ അല്ലെങ്കിൽ 16 വയസ്സുകാരൻ അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന്
ചോദ്യം ചോദിച്ചിരുന്നൊരു സൊസൈറ്റിയിൽ നിന്ന് ആ കുട്ടികൾ ചെയ്യണ ക്രൈംസ് കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കറക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടുകാർ ഇതല്ല, നമുക്കറിയാം ഇപ്പോൾ കുട്ടികൾ എന്ത് ക്രൈം ചെയ്ത് കഴിഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ടീച്ചിങ് ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ കുറ്റം പറയുമ്പോൾ പല മാതാപിതാക്കൾക്കും ഇഷ്ടപ്പെടത്തില്ല. കുട്ടികൾ ചെന്ന് പറയണതിനപ്പുറം മാതാപിതാക്കൾ മീൻസ് അവർ സ്കൂളിൽ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും പുറത്ത് വർക്ക് ചെയ്തൊരു ആളെന്നുള്ള രീതിയിൽ കൂടെ പറയട്ടെ, മാൾഡീവ്സിലായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ ലോക്കൽ ടീച്ചേഴ്സിന് ഒരു പരിഗണന, ഇന്ത്യൻ ടീച്ചേഴ്സിന് മറ്റൊരു പരിഗണന, ഒരു റെസ്പെക്റ്റും ഇല്ല. ജോലി ശമ്പളം വേണമെങ്കിൽ നമ്മൾ അവരെ അവിടെ ഉപദേശിച്ച് നന്നാക്കണം, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊന്ന് ഉപദേശിച്ച് ഒരു പടി മാറിക്കഴിഞ്ഞാൽ, ജയചന്ദ്രൻ നമുക്കറിയാം, മൊഗേരി എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ, കാരണം ഞാൻ വർക്ക് ചെയ്ത ഐലൻഡിൻ്റെ തൊട്ടടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ഒരു കുട്ടീനെ പഠിക്കാൻ റിപ്പീറ്റഡ്ലി ക്ലാസ്സിൽ ബുക്കൊന്നും കൊണ്ടുവരാതെ വളരെ ഇതായിട്ട് നടക്കുന്ന ഒരു കൊച്ചിനെ നന്നാക്കാൻ ശ്രമിച്ചതാണ്. അത് പിന്നീട് എന്തായി, പീഡനമാക്കി മാറ്റി അദ്ദേഹം ജയിലിൽ കിടന്ന് ആ പുസ്തകം പിന്നെ വന്നിട്ടുണ്ട്. തകിച്ചതൊക്കെ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്ത ഐലൻഡിൽ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. കുട്ടികളെ ഉപദേശം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി തീരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ട്. കുട്ടികളൊക്കെ എങ്ങനെയാണോ ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് ചെയ്യണം, ആ ഒരു വിഷമം. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ സമാന സിറ്റുവേഷൻസ് കാണുമ്പം സത്യം പറഞ്ഞാൽ അധ്യാപിക എന്നുള്ള രീതിയിൽ വളരെ വിഷമമുണ്ട്. പിന്നെ കുട്ടികളെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അവർക്കൊരു ഗുഡ് മെസ്സേജ് കൊടുക്കാൻ ഏത് രാഷ്ട്രീയ സംഘടന മെനക്കെടുന്നുണ്ട് ശ്രീജിത്ത്, നമുക്കറിയാമല്ലേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള നമുക്കറിയാം TP ശ്രീ, അദ്ദേഹത്തിനെ ചവിട്ടി റോഡിൽ ആക്രമിച്ച് ഇതാക്കിയതാണ്. വിരമിച്ചു പോയ ഒരു അധ്യാപികയ്ക്ക് റീത്തും കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി സംഘടനയാണ്, അതേ സംഘടന തന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വിരമിച്ചു പോയ ഒരു അധ്യാപികയ്ക്ക് റീത്തും ശവകുടീരവും ഒരുക്കി വെച്ചു. പിന്നീട് ആദരാഞ്ജലി പോസ്റ്റർ. നമുക്ക് ദേഷ്യം വരുമ്പോൾ, അതായത് കസേര കത്തിച്ച സംഭവം, ഇതെല്ലാം ഒരേ വിദ്യാർത്ഥി സംഘടനകളെന്ന് ഓർത്തു നോക്കണം. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം വരാം, SFIയെ കുറിച്ച് മാത്രം പറയുന്നു. അത് തീർച്ചയായിട്ടും മഹാരാജാസിൽ ഞാനത് പറഞ്ഞല്ലോ, അന്ധനായിട്ടുള്ള അധ്യാപകനെതിരെ അന്നും. അപ്പോൾ എന്ത് തെമ്മാടിത്തരത്തിനെയും രാഷ്ട്രീയം വെച്ച് ന്യായീകരിക്കുന്നത് ആദ്യം നിർത്തണം. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രക്ഷിതാക്കൾക്കും ഒരു പരിഗണന ഈ തെറ്റ് പറ്റില്ലേ? കാരണം എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാനൊരു രക്ഷിതാവ് എന്നുള്ള സ്ഥലത്ത് നോക്കണം. ഓരോ കുട്ടിയും നമ്മൾ സ്കൂളിലൊക്കെ തന്നെ പോകുമ്പോൾ കുട്ടികൾ എന്ത് കൊണ്ടുപോകുന്നു, ഈ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ വേണ്ട. അത് കുട്ടികളെ ഒരു നമ്മൾ ശരിക്കും വളർത്തിയെടുക്കുന്ന ഒരു കുടുംബം. നമ്മൾ പറയാം സ്കൂളെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹോമാണ്. എന്താണെങ്കിലും കുട്ടികളുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ കുടുംബം തന്നെയാണ്. നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൈമിൽ ഈ ഒരു 16 വയസ്സുകാരൻ ഇന്നാൾ ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞൊരു 16 വയസ്സുകാരൻ്റെ ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, തളിക്കുളത്തൊരു 14 വയസ്സുള്ള പയ്യൻ ചുറ്റിക, ഫാമിലി നോക്കുമ്പോൾ ബ്രോക്കൺ ഫാമിലിയാണ്. അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകിൽ അമ്മ ഉപേക്ഷിക്കുക, അച്ഛൻ മരിച്ചു പോകുമ്പോൾ അമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുക, കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്നേഹം എന്താണ്, പരിഗണന എന്താണ് എന്നറിയാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും കൂടെയാണ് അവർ. അപ്പോൾ ആരും ചേർത്ത് പിടിക്കാനില്ല. അങ്ങനെയുള്ളൊരു കുട്ടികൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൊസൈറ്റിക്ക് ഭാഗമുണ്ട്, പാരൻസ് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപകരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആ ഒരു ചാക്കോമാഷിൻ്റെ യുഗമൊക്കെ കഴിഞ്ഞു അല്ലേ. പക്ഷെ എന്നാലും ഒരു കുട്ടികളെന്ന് പറയുമ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്കൂളിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പഠിക്കണം. അധ്യാപകനെ അത്യാവശ്യം ബഹുമാനിക്കുക, അത് മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ അധ്യാപകൻ ഒരു സേവനം, അറിവ് പകരുന്നൊരു വ്യക്തിയെ ബഹുമാനിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതുമില്ല. ഇവിടെ എന്താണ്, ഒരു ഗുരുവന്ദനം വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ അശ്ലീലമായിട്ട് മാറ്റണ ഇടത് നറേറ്റീവ്സ് ഉണ്ട്. ഗുരുവിൻ്റെ കാലിൽ തൊട്ടൊന്ന് അനുഗ്രഹം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പക്ഷെ ഗുരുവന്ദനം മഹാപാപവും ഗുരു നിന്ദ ചെയ്യുന്നത് വളരെ ഹീറോയിക് ഇതായിട്ട് ഉയർത്തി കാണിക്കുന്ന, അതിൽ മീഡിയാസിനും ഒക്കെ ഒരുപാട് പങ്കുണ്ടെന്നുള്ളതാണ് പറയേണ്ടത്. അത് പിന്നെ അക്രമങ്ങളുള്ള സിനിമകൾ, ഇതെല്ലാം ഒരു വയലൻസ്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്ക് ഭയങ്കരമാണ്. പറയാൻ എളുപ്പമാണ്, എന്താണ് ട്രോമയാണ്, ചൈൽഡ്ഹുഡ് ട്രോമ വെച്ചിങ്ങനൊന്നും ചെയ്യരുതെന്നല്ല. ഇത് മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കുട്ടി ഇതൊന്നും വീഡിയോ ഒന്നുമില്ല, കുട്ടി പുറത്തിറങ്ങി വന്ന് പറയുന്ന കഥ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതേ സൊസൈറ്റി കുട്ടിക്ക് നിൽക്കും. ഇന്നിപ്പോൾ അധ്യാപകരുടെ കയ്യിൽ ഒരു വീഡിയോ എങ്കിലും ഉള്ളതുകൊണ്ട് അവർക്ക് കാണിക്കാൻ പറ്റി ഇതാണ് വളർന്നു വരുന്ന സമൂഹത്തിലെ ഒരു കുട്ടിയുടെ ഇതെന്ന്. അപ്പോൾ തീർച്ചയായും ഇതിനെതിരെ കൗൺസിലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ സ്കൂളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ബോധവൽക്കരണം, ലഹരിക്കെതിരെയും ഇത്തരം എന്താ പറയുക അത്യാവശ്യ ബോധവൽക്കരണങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ കൊടുത്തിട്ട് വളർത്തണം. അതിനൊന്നും സമയമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എപ്പോഴും വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കത്തുന്ന ശുഭിക്കുന്ന നമ്മൾ പറയില്ലേ ശുഭിത കൗമാരങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ രീതിക്കനുസരിച്ചിട്ട് വളർച്ചൊടിച്ച് വേറെ രീതിയിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇത് സൊസൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ശരിക്കും പറഞ്ഞാൽ വില്ലനായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകളുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പോക്ക് അധപതനത്തിലേക്കാണ്, വികസനമല്ല ഇവിടെ, ശരിക്കും തളർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.